ലോകം മുഴുവൻ എതിർത്തിട്ടും ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടിയ ക്രൂരത തുടരുന്നത് എന്ന് ചോദിക്കാം. നമ്മൾ അതിൻ്റെ പലതരം കാരണങ്ങൾ പലവട്ടം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന്, നെതന്യാഹുവിനെ പോലുള്ള നേതാവിന് അയാളുടെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് ഒരു പ്രധാന കാര്യമായതുകൊണ്ട് അയാൾ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത്, നേരത്തെ അജ്മസ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടുത്തെ പത്രങ്ങൾ തന്നെ അടുത്ത ഒരു പതിറ്റാണ്ട് കടക്കുമ്പോൾ നമ്മുടെ രാജ്യമായി ഉണ്ടാകുമോ എന്ന ആശയക്കുഴപ്പം പങ്കുവെക്കുന്നു. അവിടുത്തെ ആളുകൾക്ക് ഒരുതരം ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വന്നു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണം, അങ്ങനെ പല കാരണങ്ങൾ കാണാമെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും അവിടുത്തെ പട്ടാളവും അവിടുത്തെ സംവിധാനങ്ങളും അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായ ഒരു സംഘമാണ്. നമ്മളതിനെ കുറച്ചുകൂടെ അതിൻ്റെ കോറിൽ പോയി കണ്ടാൽ അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതായത് ഇത് നയതന്ത്രപരമായ കാരണത്തിൻ്റെ പേരിലോ നാഷണൽ സെക്യൂരിറ്റിയുടെ പേരിലോ ഒന്നും നടത്തുന്ന യുദ്ധമല്ല. ഇതൊരു തരം വെറിയാണ്. ആ വെറി തീർക്കുകയാണ്. കൊന്നും ചോര ചിന്തയും അതിൽ ഉന്മാദിക്കുന്ന ഒരു മനുഷ്യവിരുദ്ധ സംഘമാണ് ആ രാഷ്ട്രം, ഒരു സിസ്റ്റം എന്ന നിലയ്ക്ക്. അത് നിങ്ങൾ കാണണമെങ്കിൽ അവിടുത്തെ പട്ടാളക്കാർ അവിടെ ഇൻവേഡ് ചെയ്തതിന് ശേഷം നടത്തുന്ന കോപ്രായങ്ങൾ കണ്ടാൽ മതി. ആളുകളുടെ വീട്ടിനകത്ത് കയറി റെയ്ഡ് ചെയ്തിട്ട് അവിടുത്തെ സ്ത്രീകളുടെ അവരുടെ അടിവസ്ത്രങ്ങൾ പോലും എടുത്ത് അണിഞ്ഞ് അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് പരിഹസിക്കുന്ന, കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളിൽ ചോര തെറിപ്പിച്ച് അതെടുത്ത് കാണുന്ന, ഓരോ ദിവസവും മരിച്ച കുഞ്ഞുങ്ങളുടെ സോക്സ് എടുത്ത് അകത്തേക്ക് വലിച്ചെടുക്കുന്ന, എനിക്ക് ഒരു ദിവസം 10-15 മരിച്ച കുഞ്ഞുങ്ങളുടെ സോക്സ് ആവശ്യമുണ്ടെന്ന് വീഡിയോയിൽ പറയുന്ന പട്ടാളക്കാരെ കാണും. ലോകത്ത് ഇത്രമേൽ വെറിയോടെ നോക്കൂ. ആ മേഖല ആകമാനം തകർത്ത് അവസാനത്തെ അഭയകേന്ദ്രത്തിൽ കിടക്കാൻ ടെൻഡടിച്ച് അവരുടെ മേലെ ബോംബ് കൊണ്ടുവന്നിട്ട് ഒരു അച്ഛനെയും മകനെയും വേർപിരിക്കാൻ കഴിയാത്ത വിധം അവർ ഉരുകിച്ചേർന്ന് പോയി. അൽജസീറയുടെ റിപ്പോർട്ടുകൾ വായിക്കണം. അത്രമേൽ ഭയാനകമായ ആക്രമണം വീണ്ടും നടത്തുക എന്ന് വെച്ചാൽ അത് മനുഷ്യരാശിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇത്ര കാലം പലവിധ കാരണങ്ങളാൽ ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന, ഇസ്രായേലിനെ തള്ളിപ്പറയാൻ മടിച്ചിരുന്ന രാജ്യങ്ങൾ പോലും അസാധാരണമായ നടപടികളും തീരുമാനങ്ങളും എടുക്കുക. എന്തുകൊണ്ടാണത്? 3 രാജ്യങ്ങൾ ഫലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുക എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നില്ല. സാധാരണ നിലയ്ക്ക് മനസ്സുള്ളവർക്ക് സഹിക്കാൻ കഴിയില്ല. കേരളത്തിൽ പോലുമുള്ള ഒരു വിഷയത്തിലും സംസാരിക്കാത്ത ആളുകൾ, താരങ്ങളൊക്കെ ഇന്നിപ്പോൾ സ്റ്റോറി സ്റ്റാറ്റസിന് കാണില്ലേ. അതൊരു കുഞ്ഞുള്ള ഒരാൾക്ക്, മനുഷ്യത്വത്തെക്കുറിച്ച് അല്പമെങ്കിലും വികാരമുള്ള ഒരാൾക്ക് മറ്റെല്ലാം മാറ്റിവെച്ച് പിന്തുണയ്ക്കാൻ കഴിയും. വെള്ളവും ഭക്ഷണവും കിട്ടാതെ അവിടുത്തെ കുഞ്ഞുങ്ങൾ നിലവിളിക്കുമ്പോൾ ഇസ്രായേലിലെ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് അറിയാമോ? അവർ വെള്ളം പാഴാക്കി കളഞ്ഞതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. നോക്കൂ, ഇഷ്ടം പോലെ വെള്ളം ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ ഇഷ്ടം പോലെ ഫുഡുണ്ട്, അപ്പുറത്ത് അവർക്ക് വെള്ളമില്ലെന്ന് തോന്നുന്നു, കളിയാക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് അവിടുത്തെ പട്ടാളത്തിലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലും എല്ലാം. അതുകൊണ്ടാണ് ലോകം മുഴുവൻ എതിരെ നിന്നിട്ടും അവർ ആക്രമിക്കുന്നത്. രാജ്യമില്ലാതായി പോകുന്ന ഭയം ഒരു പരിധിക്കപ്പുറത്ത് അവിടുത്തെ ലീഡർഷിപ്പില്ല. കാരണം എന്താണ്? ലോകം അവരെ തള്ളിക്കളയാൻ പോകുന്നില്ല. ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകക്രമത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അമേരിക്ക എന്തായാലും അവരുടെ കൂടെയുണ്ട്. അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനൊക്കെ എതിരായി പറയുമ്പോഴും ഡസൻ കണക്കിന് ആയുധങ്ങൾ, 100 കണക്കിന് ആയുധങ്ങൾ, കോടാനുകോടി ഡോളർ ഈ വംശഹത്യക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് അവരുടെ കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് രാജ്യമില്ലാതായി പോവുക എന്നത് അവർക്ക് പേടിക്കേണ്ട ഒരു കാര്യമല്ല. ഫലസ്തീൻ രാഷ്ട്രം ഇപ്പോൾ ലോകം അങ്ങോട്ട് അംഗീകരിച്ച് ഉണ്ടാക്കി കൊടുക്കും ഇല്ലെന്ന് ഇസ്രായേലിന് അറിയാം. അത് സംഭവിക്കാനും പോകുന്നില്ല. സമീപ ഭാവിയിലെങ്ങും ഒരു ഫലസ്തീൻ രാഷ്ട്രം സർവ്വാവകാശങ്ങളോടുകൂടി ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് ഇനിയും കാലങ്ങളെടുക്കും. അതും ഇസ്രായേലിൻ്റെ കോൺഫിഡൻസ് ആണ്. പിന്നെ എന്താണ്? ക്രൂരമായ ഒരു വിനോദം ആടിത്തീർക്കണം അവരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊന്ന്, അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്, അതായത് ഈ ഫലസ്തീൻ മണ്ണ് പൂർണ്ണമായും ഇറേസ് ചെയ്യുക. അവിടെ ഒരാളും ഉണ്ടാവുമ്പോൾ കംപ്ലീറ്റ് ഒരു ജൂത രാഷ്ട്രമാക്കി മാറ്റുക എന്ന അവരുടെ സ്വപ്നമാണ്. ഒക്ടോബർ 7 ഈ ഹമാസ് ഓപ്പറേഷൻ അവരൊരു കാരണമാക്കി മാറ്റുകയും അതിവേഗത്തിൽ ആ നടപടി പൂർത്തിയാക്കുകയും ചെയ്താണ് നമ്മൾ കാണുന്നത്.